മോസ്റ്റ് ഓഫ് ദ ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏതാണ് ബെറ്റർ ആയിട്ട് വർക്കൗട്ട് ആവുന്ന ഒരു സ്കിൻ ബ്രൈറ്റനിങ് സെറം ചേഞ്ച് അല്ലെങ്കിൽ ഒരു 14 to 20 ഡേയ്സ് കൊണ്ട് തന്നെ വിസിബിൾ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ ബ്യൂട്ടി ഇൻ യുവർ ഫിംഗർ ടിപ്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിഗ്മെന്റേഷന് പറ്റിയിട്ടുള്ള ഏറ്റവും ബെറ്റർ ആയിട്ട് വർക്കൗട്ട് ആവുന്ന സെറം ഏതാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള സെറം യൂസ് ചെയ്യണം. നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെയാണ് സെറം യൂസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആവാതെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഹിമ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. മോസ്റ്റ് ഓഫ് ദ ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏതാണ് ബെറ്റർ ആയിട്ട് വർക്കൗട്ട് ആവുന്ന ഒരു സ്കിൻ ബ്രൈറ്റനിങ് സെറം, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ നല്ലോണം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടും, ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെന്റേഷൻ പോലത്തെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടും എന്താണ് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ തന്നെയാണ് നിങ്ങളും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്കിൻ ടോൺ നല്ലപോലെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഹെൽപ്പ് ചെയ്യും. അതിൽ നിങ്ങൾക്ക് അറിയുന്ന കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും, ലൈക്ക് വിറ്റാമിൻ സി, നയാസിഡമൈൻ, ആൽഫ ആർബുറ്റിൻ, അതുപോലെ AHA, BHA, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, അങ്ങനത്തെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മൊത്തത്തിലൊന്നും പറയാൻ ഞാൻ നോക്കുന്നില്ല. ജസ്റ്റ് എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻറ്റ്, അതിൽ ഞാൻ യൂസ് ചെയ്യുന്ന 2 സെറംസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് രണ്ടെണ്ണമാണ് കേട്ടോ ആ സെറം എന്ന് പറയുന്നത്. അതായത് വിറ്റാമിൻ സി ആൻഡ് കോജിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 എണ്ണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഏത് വേണം ചൂസ് ചെയ്യാനായിട്ട്, ആൻഡ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് വേണം നമ്മൾ എല്ലാ പ്രോഡക്റ്റും ചൂസ് ചെയ്യാനായിട്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഇതുവരെ സെറംസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ സ്കിൻ ഒന്ന് ടോൺ ടോണൊന്ന് ചെയ്യണം, സ്കിൻ പിഗ്മെന്റേഷൻ മാറണം, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് 2% കോജിക് ആസിഡ് എന്ന് പറയുന്നത് ദ ഡെർമക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. വിറ്റാമിൻ സിയും കോജിക് ആസിഡും ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഒരു ബിഗിനറിന് കോജിക് ആസിഡ് സജസ്റ്റ് ചെയ്യുന്നു? അതിന്റെ കാരണം ഇതിന്റെ പെർസെൻറ്റേജ് അല്ല കേട്ടോ, മറിച്ച് ഇതിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. വിറ്റാമിൻ സി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോജിക് ആസിഡ് എന്ന് പറയുന്നത് വളരെ ലോ ലെവലിൽ കിടക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പിഗ്മെന്റേഷൻ, അൺഇവൻ സ്കിൻ ടോൺ, ഡാർക്ക് സ്പോട്ട്സ് തുടങ്ങിയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്യേണ്ട പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോജിക് ആസിഡ് തന്നെയാണ്. കോജിക് ആസിഡ് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുള്ള പ്രശ്നം മാറുന്നില്ലെങ്കിൽ, ആ പിഗ്മെന്റേഷൻ ഇഷ്യൂസ് ഒന്നും അധികം കുറയുന്നില്ലെങ്കിൽ മാത്രം ട്രൈ ചെയ്യാൻ പറ്റുള്ള ഒരു പ്രൊഡക്റ്റാണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഇഷ്യൂവിനനുസരിച്ച് വേണം നിങ്ങൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം സ്റ്റാർട്ടിംഗ് ലെവലിൽ എപ്പോഴും കോജിക് ആസിഡ് തുടങ്ങാനായിട്ട് നോക്കുക. അതും വളരെ ലോ കോൺസെൻട്രേഷൻ തുടങ്ങാനായിട്ട് നോക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സ്കിൻ ബാരിയറിന് ഈ ഒരു പ്രൊഡക്റ്റ് കറക്റ്റായിട്ട് വർക്കൗട്ട് ആവോ, ഇറിറ്റേഷൻസ് ഉണ്ടാവോ, അല്ലെങ്കിൽ ബേൺ ഔട്ട് ഉണ്ടാവോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ. സോ നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് കോജിക് ആസിഡ് എന്ന് പറയുന്നത്. കാരണം കോജിക് ആസിഡ് ഒരിക്കലും നിങ്ങളുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യില്ല. മറിച്ച് വിറ്റാമിൻ സി ആണ് നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്കിന്നിൽ ഇറിറ്റേഷൻസ് വരാനും, റെഡ്നെസ് വരാനായിട്ടും, ബേൺ ഔട്ട് ഉണ്ടാവാനായിട്ടും, സ്കിൻ കൂടുതൽ സെൻസിറ്റീവ് ആവാനായിട്ടുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് വിറ്റാമിൻ സി ഒക്കെ യൂസ് ചെയ്യാൻ നോക്കി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് എപ്പോഴും ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കോജിക് ആസിഡ് പോലത്തെ ഇൻഗ്രീഡിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, പല ബ്രാൻഡുകളുടെ കോജിക് ആസിഡ് സെറം ഇല്ലേ, പിന്നെ എന്തുകൊണ്ട് ഡെർമക്കോന്റെ ഈ ഒരു കോജിക് ആസിഡ് സെറം തന്നെ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ ടൈപ്പിന് കുറച്ചും കൂടി എനിക്ക് ബെറ്റർ ആയിട്ട് വർക്കൗട്ട് ആവും തോന്നിയത് ഈ ഒരു പ്രൊഡക്റ്റ് ആട്ടോ. അതുകൊണ്ടാണ് ബിഗിനർ എന്ന രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പേഴ്സണലി എനിക്കിത് യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സെറം കാണിച്ചു തന്നത്. ഇതല്ലാതെ മറ്റു കുറച്ച് സജഷൻസ് എല്ലാം തന്നെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ ഒരു സെറത്തിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വീഡിയോ ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അത് കാണാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി എപ്പോഴാണ് ഈ ഒരു കോജിക് ആസിഡ് സെറം യൂസ് ചെയ്യേണ്ടത്? രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും നിങ്ങൾക്ക് ഈ കോജിക് ആസിഡ് സെറം യൂസ് ചെയ്യാവുന്നതാണ്. രാത്രി നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, സ്കിൻ കെയർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് നൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് നൈറ്റ് സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, രാവിലെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഈ ഒരു സെറം ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, അതിനുശേഷം ഒരു സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ഫേസ് വാഷിന് ശേഷം ഉടനെ തന്നെ നിങ്ങൾക്ക് സെറം യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ടോണർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫേസ് വാഷിന് ശേഷം ടോണർ യൂസ് ചെയ്യുക, അതിനുശേഷം സെറം യൂസ് ചെയ്യുക. ടോണർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഫേസ് വാഷിന് ശേഷം ഉടനെ തന്നെ സെറം യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് വന്നിട്ട് വിറ്റാമിൻ സി സെറം ആണ് കേട്ടോ. ഈ പിൽഗ്രിമിന്റെ 10% വിറ്റാമിൻ സി സെറം എന്ന് പറയുന്നത് കോജിക് ആസിഡായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് റിസൾട്ട് തരുന്ന പ്രൊഡക്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം ഇതിൽ ഇൻഗ്രീഡിയന്റ് ആണ്, ഒരിക്കലും പെർസെൻറ്റേജ് അല്ല കേട്ടോ. ഇൻഗ്രീഡിയന്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, കോജിക് ആസിഡ് എന്ന് പറയുന്നത് കുറച്ച് താഴെ നിൽക്കുന്ന പ്രൊഡക്റ്റും വിറ്റാമിൻ സി കുറച്ച് മേലെ നിൽക്കുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിറ്റാമിൻ സി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 1 മന്ത് കൊണ്ട് തന്നെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് കാണാൻ പറ്റും. കോജിക് ആസിഡ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 2 മന്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു വിസിബിൾ ചേഞ്ച് ഫേസിൽ കാണാൻ കഴിയുള്ളൂ. ഓക്കെ, പിന്നെ അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചും നിങ്ങളുടെ സ്കിന്നിലുള്ള
പ്രഷർ അനുസരിച്ചും ഡിപ്പെൻഡ് ചെയ്യും. അധികം രീതിയിൽ നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ഇല്ല, അൺഇവൻ സ്കിൻ ടോൺ ആണെങ്കിലും ഡാർക്ക് സ്പോട്ട്സ് ആണെങ്കിലും വലിയ രീതിയിൽ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും. ഭയങ്കര അഡ്വേഴ്സ് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടില്ല. ഒരു 2 to 3 month നിങ്ങൾ എന്തായാലും യൂസ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, കോജിക് ആസിഡ് ആകുമ്പോൾ. വിറ്റാമിൻ സി ആകുമ്പോൾ ഒരു 1 month. ഇപ്പോൾ ഞാൻ നേരത്തെ കോജിക് ആസിഡിൻ്റെ കാര്യത്തിൽ 2 month പറഞ്ഞ പോലെ വിറ്റാമിൻ സി ആകുമ്പോൾ ഒരു 1 month കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച്, അല്ലെങ്കിൽ ഒരു 14 to 20 days കൊണ്ട് തന്നെ വിസിബിൾ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ വിറ്റാമിൻ സി കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ആണ്. അതും 10% ഒന്നും ബിഗിനറിന് പറ്റിയിട്ടുള്ളതല്ല. ബിഗിനർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു 5% എന്നൊക്കെ തുടങ്ങാവുന്നതാണ്. ഇതിപ്പോൾ വിറ്റാമിൻ സി എന്തുകൊണ്ട് ഒരു ബിഗിനറിന് സജസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുവരെ സെറം യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിറ്റാമിൻ സിയിൽ നമുക്ക് ഈ 2% വിറ്റാമിൻ സി 1% വിറ്റാമിൻ സി ഒന്നും വരില്ല കേട്ടോ. അതിൽ ഈ 5% തന്നെയാണ് ഏറ്റവും മിനിമം എന്ന് പറയുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ബ്രാൻഡും അങ്ങനത്തെ ഇറക്കാറില്ല. 10% എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ കോജിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യുക. സെറംസ് കോജിക് ആസിഡ് പോലത്തെ മറ്റ് സെറംസ്, ഏത് സെറംസ് ആണെങ്കിലും നൈസിലമൈഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് സെറംസ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്, വലിയ രീതിയിൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് വിറ്റാമിൻ സി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി എപ്പോഴാണ് ഈ ഒരു വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യേണ്ടത്? കോജിക് ആസിഡ് പോലെ തന്നെ മോർണിംഗ് ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ബാക്കി എല്ലാ സ്കിൻ കെയർ പ്രോഡക്റ്റും കൂടുതൽ വർക്കൗട്ട് ആവുന്നത് നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിറ്റാമിൻ സി സെറം നിങ്ങൾ മോർണിംഗ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടും കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൺബ്ലോക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ എത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആയിരിക്കും അതിനെക്കാട്ടിലും ഒരു 1 layer പ്രൊട്ടക്ഷൻ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യും വിറ്റാമിൻ സി കൂടി യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ വിറ്റാമിൻ സിക്ക് ശേഷം നിങ്ങൾ സൺസ്ക്രീനോ സൺബ്ലോക്കോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹെവി ആയിട്ട് യൂസ് ചെയ്യണം. എപ്പോഴും അത് റീ അപ്ലൈ ചെയ്യുകയും ചെയ്യണം. ഒരു 4 hours കഴിയുമ്പോൾ SPF 50 ഒക്കെ ഉള്ള സൺസ്ക്രീൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 4 hours കഴിയുമ്പോൾ അത് റീ അപ്ലൈയും കൂടി ചെയ്യണം. ഇനി റീ അപ്ലൈ ചെയ്യാനൊക്കെ മടിയാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് അത് യൂസ് ചെയ്യാതിരിക്കുക, നൈറ്റ് മാത്രം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫൈ ആയിട്ടുണ്ടാവും വിചാരിക്കണം. ആൻഡ് എങ്ങനെയാണ് ഒരു സെറം യൂസ് ചെയ്യേണ്ടത് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. ഇത് പല ആളുകളും കാണുന്ന മിസ്റ്റേക്കാണ്. നമ്മൾ സെറം യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും മസാജ് ചെയ്ത് കൊടുക്കരുത്. ആൻഡ് ഡ്രോപ്പർ ഡയറക്റ്റ് ആയിട്ട് ഫേസിൽ വെക്കുകയും ചെയ്യരുത്. അതിന് പകരം കയ്യിൽ കുറച്ച് അല്ലെങ്കിൽ ഫിംഗേഴ്സിൽ കുറച്ച് ഡ്രോപ്സ് ആക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഫേസിൽ ഫുള്ള് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് മാത്രം കൊടുത്താൽ മതിയാവും. അങ്ങനെയാണ് സെറം യൂസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഫേസിൽ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ഡ്രോപ്പർ വെച്ച് ചെയ്യുന്നത് ശരിയല്ലാത്തൊരു കാര്യമാണ് കേട്ടോ. എപ്പോഴും അത് ശ്രദ്ധിച്ചേക്കാം. ആൻഡ് സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങൾ എപ്പോഴും ഒരു സെറം യൂസ് ചെയ്യുമ്പോൾ, ഇതുവരെ നിങ്ങൾ ആ സെറം യൂസ് ചെയ്തിട്ടില്ല, പുതുതായിട്ടാണ് നിങ്ങൾ ആ സെറം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ലോ ക്വാണ്ടിറ്റി മാത്രം എടുക്കുക. 2 drops എടുക്കുക. അതിനുശേഷം പിന്നെ നിങ്ങൾക്കത് കൂട്ടി വരാവുന്നതാണ് കേട്ടോ. ആദ്യം തുടങ്ങുമ്പോൾ എപ്പോഴും വളരെ കുറച്ചെടുക്കാൻ നോക്കുക. ഡ്രോപ്സിൽ ഒരു 2-3 drops എടുക്കാൻ നോക്കുക. അതൊന്ന് ടാപ്പ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 1 week കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെയും അങ്ങനെ തന്നെ കുറച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ വേണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് വിറ്റാമിൻ സി ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. കോജിക് ആസിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോ ക്വാണ്ടിറ്റി മുതൽ സ്റ്റാർട്ട് ചെയ്യാം. വിറ്റാമിൻ സി ആണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ യൂസ് ചെയ്യുക. അതായത് ഇന്ന് യൂസ് ചെയ്തെങ്കിൽ നാളെ യൂസ് ചെയ്യരുത്, പിന്നെ മറ്റന്നാൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടും ഇൻഫോർമേറ്റീവ് ആയിട്ടും തോന്നിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കാം. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.